അങ്ങനെ 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇക്കുറി ഭരണത്തിൽ തിളക്കമാർന്ന വിജയത്തോടെ തിരിച്ചെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. 100 സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്ന ആത്മവിശ്വാസം ആവർത്തിക്കുകയാണ് നേതാക്കൾ. UDFന്റെ സുനാമി തരംഗം കേരളത്തിലുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വാദപ്രതിവാദങ്ങളും സജീവമായ പ്രചാരണ തന്ത്രങ്ങളും നിറഞ്ഞുനിന്ന ദിവസങ്ങൾ കലാശക്കൊട്ടിലെത്തുമ്പോഴും ആത്മവിശ്വാസക്കുറവില്ലാതെ UDF. സർവേകളെ കാര്യമാക്കുന്നില്ലെന്നും 100 സീറ്റുകൾക്ക് മുകളിൽ UDF വിജയിച്ചു കയറുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിനെതിരെയും CPM-നെതിരെയും ആരോപണങ്ങൾ ആവർത്തിച്ചു. എവിടെ മത്സരിക്കുന്നത് CPM-ല് മുഖ്യമന്ത്രി ഏകാധിപതിയായ മുഖ്യമന്ത്രിയാണ്. ചോദ്യം ചെയ്യാനില്ലാത്ത ആളാണ് CPM-ല്. അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ 2 മുതിർന്ന നേതാക്കന്മാര് റിബലുകളായി മത്സരിച്ച് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ചോദ്യം ചെയ്യാണ്. ആലപ്പുഴയിൽ ചോദ്യം ചെയ്യാണ്, പാലക്കാട് ചോദ്യം ചെയ്യാണ്, മലമ്പുഴയിൽ ചോദ്യം ചെയ്യാണ്. മന്ത്രിമാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിമാർക്കെതിരായിട്ട് ആന്റി ഇൻകംബൻസി ഉണ്ട് ഭയങ്കരമായിട്ട്. ഗവൺമെന്റിനോടുള്ള വെറുപ്പും പ്രതിഷേധവും ഒക്കെ മന്ത്രിമാരോടും ഉണ്ട്. UDF-ന് വൻ ആത്മവിശ്വാസമുണ്ടെന്ന PK കുഞ്ഞാലിക്കുട്ടി. UDF-ന്റെ വിജയം ഉറപ്പിച്ച പോലെയാണ് അപ്പുറത്തുനിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ. കാസർഗോഡ് നിന്ന് എറണാകുളം എത്തുമ്പോഴേക്കും വിജയം ഉറപ്പിച്ചു കഴിയുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആണയിടുന്നത്. ഭരണവിരുദ്ധ തരംഗം അലയടിക്കുമെന്ന് പ്രതീക്ഷ. തെക്കൻ കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകളും UDF ലക്ഷ്യമിടുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.